ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലും നിയമന തസ്തികകളിലും പ്രാദേശിക സംവരണം വേണമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രയും കാലം ഹിന്ദു MLA ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് കഴിയാതിരുന്നത്. ഹിന്ദു MLAക്ക് മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. താൻ MLA ആയാൽ ഇത് നടപ്പിലാക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ നാട്ടിലെ ആൾക്കാർക്ക് ഭരണസമിതിയായിട്ട് ഒരു ബന്ധമില്ല. വന്നു വന്നില്ല. അത് മാറണം. അത് സംവരണം തന്നെയാവണം. ഇത് ദേവസ്വം ഭരണത്തിൽ മാത്രം പോരാ. ദേവസ്വം നടപ്പാക്കുന്ന എല്ലാ തസ്തികകളിലും നിയമന തസ്തികകളിലും സംവരണം വേണം. BJP NDA സ്ഥാനാർത്ഥിയായി ഞാൻ വന്നാൽ ഞാനത് നടപ്പാക്കും. ഒരു MLAക്ക് നടപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നടപ്പാക്കും. ക്ഷേത്രം ഭരിക്കുന്നതും നിയമനം ലഭിക്കുന്നതും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ്. ഈ മണ്ഡലത്തിലുള്ളവർക്ക് യാതൊരു അവകാശവുമില്ല. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ അത്യാധുനിക ആശുപത്രിയില്ല. ആന ഇടയുകയോ മറ്റു വല്ല അത്യാപത്തുകളോ സംഭവിക്കുകയോ ചെയ്താൽ തൃശൂരിലേക്ക് കൊണ്ടുപോകണം. ഇത് ദേവസ്വം ഭരണസമിതിയുടെ കഴിവുകേടാണ്. താൻ MLA ആയാൽ ഗുരുവായൂരപ്പൻ മെഡിക്കൽ സെന്ററോ മെഡിക്കൽ കോളേജോ കൊണ്ടുവരും. ഗുരുവായൂരിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഭക്തരാണ് അന്തർദേശീയ തലത്തിലുള്ളത്. ആന്ധ്രയിലെ സായി സേവ ട്രസ്റ്റ് സൗജന്യ ചികിത്സ നൽകുന്നതുപോലെ മണ്ഡലത്തിലുള്ളവർക്ക് മുഴുവൻ സൗജന്യ ചികിത്സ നൽകും. ഞാൻ MLA ആയാൽ ഞാൻ ഇവിടെ വെച്ച് പറയാ, ഗുരുവായൂരപ്പൻ മെഡിക്കൽ സെന്റർ ഓർ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ എന്തും നടപ്പാക്കാം. ഗുരുവായൂരിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഭക്തജനങ്ങളാണ് അന്തർദേശീയ തലത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. മെഡിക്കൽ സെന്റർ ഓർ മെഡിക്കൽ കോളേജ്. ആന്ധ്രയിലെ സായി സേവ ട്രസ്റ്റ് എങ്ങനെയാണോ സൗജന്യ ചികിത്സ നൽകുന്നത്, അതുപോലെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ നൽകും ആ മെഡിക്കൽ കോളേജ് ഓർ മെഡിക്കൽ സെന്ററിൽ. ഗുരുവായൂർ ക്ഷേത്രവും പാലയൂർ പള്ളിയും ചാവക്കാട് ബീച്ചും ചേർത്ത് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രം ആരംഭിക്കും. ഗുരുവായൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇല്ല. ക്ഷേത്രത്തോടുള്ള 50 വർഷത്തെ വൈരാഗ്യമാണ് ഇതിന് കാരണം. ഈ ഭരണസമിതി വിചാരിച്ചാൽ താജ് ഹോട്ടൽ വരെ കൊണ്ടുവരാനാകും. ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തെ മോചിപ്പിക്കണം. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വേനൽക്കാലത്ത് നൽകി വരാറുള്ള സംഭാര വിതരണം നൽകാത്തത് പ്രതിഷേധാർഹമാണ്. ക്ഷേത്രത്തിലെ CPM ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഇത് വിതരണം ചെയ്യാത്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് സംഭാര വിതരണം ചെയ്യാത്തതെങ്കിൽ പൂജയും പായസവും അന്നദാനവും നടത്താനാകുമോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഗോപാലകൃഷ്ണന് ചരിത്രം അറിയില്ല എന്നാണ് CPM പറയുന്നത്. അവർക്കാണ് ചരിത്രം അറിയാത്തത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന് അനുമതി നൽകിയത് ടിപ്പു സുൽത്താനാണെന്ന് പറയുന്നവരെ ചൂരൽ കൊണ്ടടിക്കണം. ടിപ്പുവിന്റെ ആക്രമണം ഭയന്നാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയത്. ഇക്കാര്യം അമ്പലപ്പുഴയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ രേഖ വെച്ചുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത്. തനിക്കെതിരെ വീഡിയോ ഇറക്കിയ CPM മാപ്പു പറയണം. ഗുരുവായൂർ ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ചിട്ടില്ലെന്നും ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകി എന്നും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ടിപ്പുവാണെന്നും പറയുന്ന CPM-കാരനെ ചാട്ടവാറുകൊണ്ടടിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തെ ആക്രമിച്ചവന്റെ പേരിൽ റോഡ് നിർമ്മിച്ചത് ന്യായീകരിക്കുവാൻ കഴിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തോടാണോ ടിപ്പു സുൽത്താനോടാണോ താൽപര്യമെന്ന് MLAയും CPM പ്രവർത്തകരും വ്യക്തമാക്കണം. മലപ്പുറത്ത് പൂന്താനത്തിന്റെയോ മേൽപ്പുത്തൂരിന്റെയോ പ്രതിമ സ്ഥാപിക്കാൻ മുസ്ലിം ലീഗുകാർ തയ്യാറാണോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു.